Hi friends, Assalamualaikum. Welcome back to my YouTube channel Aafi Flavour. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നോമ്പ് കഞ്ഞിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൊടുത്തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നോമ്പ് കഴിഞ്ഞ് തയ്യാറാക്കാനായിട്ട് അടുപ്പിലേക്ക് ഒരു പാത്രം വയ്ക്കാം. പാത്രം വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പൊടിയരി നല്ല കൈക്ക് വൃത്തിയാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊടിയരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വെന്ത് കുറുകിപ്പോവും. ഇത് കുറുകി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ലൂസായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാവേ. അപ്പം നമുക്ക് കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടാലോ. നമുക്കിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് നല്ല ജീരക ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ കുറേയൊന്നും വേണ്ട, ഇത്തിരി മതി കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ചതയ്ക്കുകയും വേണ്ട, അരിയും വേണ്ട, തൊലി കളഞ്ഞ് അങ്ങനെ കൈകിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. കുറച്ച് മലയിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. തോനെയൊന്നും ഇടേണ്ട, ഇത്തിരി മതി. കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനു വേണ്ടി നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് ഒരു മിക്സി എടുക്കുക. മിക്സിയിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ 3 പീസ് ചുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുള്ളത് 4 ചുമന്നുള്ളിയും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയാണ്. നേരത്തെ നമ്മൾ വെളുത്തുള്ളി ചേർത്തല്ല, അതുകൊണ്ട് ഇപ്പോൾ 2 അല്ലി മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നല്ല ജീരക ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും കുറേ ഒന്നും വേണ്ട, ഇത്തിരി മതി കേട്ടോ. ഇനി നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് നിങ്ങൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിക്കാതെയും ചെയ്യാം, ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ആദ്യം ഇട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറേ ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവേ. ചിക്കൻ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിക്കൻ മാത്രമല്ല, നമുക്ക് ഇതിൽ മട്ടനോ ബീഫോ അതൊക്കെ ചേർക്കാം. ഇതൊന്നും ചേർക്കാത്ത വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവേ. നമ്മളെ കഞ്ഞിയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്തിരി ലൂസ് വേണമെങ്കിൽ. ഇപ്പോൾ ആണ്ടേ നമ്മളെ വെള്ളമൊക്കെ പറ്റി അരിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാവേ. നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിക്സിയിൽ ആ ഒരു അരപ്പുണ്ടല്ലോ, അരപ്പിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ലൂസായി കിട്ടും. ഇപ്പം ഒന്ന് കുറുകി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ.
നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ അരപ്പും അരിയും എല്ലാം കൂടെ നല്ല മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതപ്പോൾ ഇവിടെ നിന്ന് തിളക്കട്ടെ കേട്ടോ. ഈ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ആ ചിക്കനും എല്ലാം കൂടി തിന്നുമ്പോൾ അടിപൊളിയാണ്. ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇതിലോട്ട് ഇറങ്ങും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ചിക്കൻ വേണ്ടവർക്ക് കുറേ ചിക്കൻ എടുക്കാം, കുറച്ച് ചിക്കൻ വേണ്ടവർക്ക് കുറച്ച് ചിക്കൻ എടുക്കാവേ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ദാണ്ടെ നമ്മൾ ഇത്രയും കുറിക്കാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കുറുക്കാൻ വേണ്ടെങ്കിൽ ഇത്തിരി കൂടെ ചൂടുവെള്ളം എടുത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാവേ. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇത്തിരി കട്ടിയാക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് സ്പൂൺ വെച്ച് കുടിക്കാൻ പറ്റിയ പരുവത്തിന്. നമ്മൾ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കഞ്ഞി ഒഴിച്ചാൽ മതി, നമ്മൾ നല്ല എനർജി ആയിട്ട് നിൽക്കും, നമ്മൾ ക്ഷീണമൊക്കെ മാറും. അപ്പം നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടടുത്ത് കണ്ട കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.